അവരുടെ അതിനൂതന 6 മീറ്റർ റേഡിയസ് ആണ് പറഞ്ഞത്. 6 മീറ്റർ റേഡിയസ് റഡാർ എത്തിച്ചിരുന്നു. ഈ റേഡിയസ് വെച്ച് അവിടെ ഒരു മാർക്ക് വെച്ചിരുന്നു അബൌട്ട് 18 മീറ്റേഴ്സ് ലെങ്ത് അവിടെ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊരു 1 o'clock കൂടി അത് ഏകദേശം നമ്മളതിനെ എടുത്തപ്പോഴത്തേക്കത് ഒരു അവിടെ ഇല്ലാന്ന് മനസ്സിലായി. അവിടെ സംഭവം അവിടെ അവർ പറയുന്നത് നമുക്ക് ഒരുപാട് പ്രതീക്ഷയായിരുന്നു ഇന്ത്യൻ ആർമിയുടെ ഒരു റഡാർ സിസ്റ്റം കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഹൈ നൂതന റഡാറാണ് കൊണ്ടുവന്നുള്ളത്. അപ്പോൾ അവർ പിന്നീട് പറയുന്നത് പറഞ്ഞാൽ ഹൈ അയൺ ഓർ ഇരുമ്പ് കണ്ടൻറ്റിൻ്റെ റോക്കോ അങ്ങനെ ഉണ്ടെങ്കിലും ഇതെന്ന് പറഞ്ഞു. പിന്നെ ഒരു പോലീസിന് ഇടയ്ക്കൊരു ഇൻ്റർഫിയറൻസ് ഉണ്ടായി. പിന്നെ അത് SPN ഒരു നോൺ ഒരു IPS ആയിട്ടുള്ള ഒരു SPയുടെ പിന്നെ അത് മാറ്റി അങ്ങത്. പിന്നെ അത് പിന്നെ SPനെ വിളിച്ച് ക്ലിയർ ചെയ്ത് ഡെപ്യൂട്ടി കമ്മീഷണറും ഇവിടുത്തെ ജില്ലാ പോലീസ് മേധാവി വിളിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. വേറെ പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ അത് കുറച്ച് 1 മണിക്കൂർ അങ്ങനെ പണി തടസ്സപ്പെട്ടിരുന്നു. അപ്പോഴത്തേക്കും ഓക്കെ തീർച്ചയായിട്ടും ഇനി ലാൻഡ് ഇനി ക്ലിയർ ചെയ്യാനുണ്ട്. ഈ 2 ലാൻഡ് അപ്പുറത്ത് കണ്ടാന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ക്ലിയർ ആക്കാൻ പറ്റുന്ന ലാൻഡും ഈ ആദ്യമേ വണ്ടി പാർക്ക് ചെയ്യുന്ന ആവശ്യത്താണ്. വണ്ടി പാർക്ക് ചെയ്ത് GPS പൊസിഷൻ കാണിക്കുന്ന ആ ലാൻഡാണ് നമുക്ക് ക്ലിയർ എളുപ്പമുണ്ടായിരുന്നു മറ്റേ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. ഇപ്പോഴത്തെ ഒരു വയലുകളുടെ സ്ഥലങ്ങളും ബാക്കിയെല്ലാം ഉണ്ട്. പിന്നെ ഒരു ഐലൻഡ് പോലെ ഈ ഒരു സംഭവം നടന്നിട്ട് ഈ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ലാൻഡ് കൊളൈഡ് നടന്നിട്ട് ഒരു ഐലൻഡ് രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെ ഡ്രഡ്ജിങ് വെച്ച് മാറ്റിക്കഴിഞ്ഞാൽ കാരണം ഈ 1 തൊട്ട് 7 ദിവസങ്ങൾ വരെ നേവി NDRF യൂണിറ്റ് എല്ലാം വാട്ടറിൽ സെർച്ച് ചെയ്യാണ്. ഒരു തുമ്പും കിട്ടുന്നില്ല. അങ്ങനെ ഡ്രഡ്ജ് ചെയ്ത് മാറ്റാം, അതിന് വലിയ സംവിധാനങ്ങൾ വേണം. ഡ്രഡ്ജിങ് നമ്മളതിൻ്റെ വീഡിയോ ഇപ്പം കളക്ടർ കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ കേരളത്തിൽ കൊണ്ടുവരുന്ന ആൾക്കാർ റെഡിയാണത് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ബ്രിഡ്ജ് ഉണ്ടെന്നൊക്കെ ഒരു ന്യായവാദം പറയുന്നുണ്ട്. പിന്നെ 2 ബ്രിഡ്ജ് ഉണ്ട്. അത് കാര്യം MLAയുടെ കൂടുതൽ സപ്പോർട്ട് ഇവിടുത്തെ MLA ആണ്. കൂടുതൽ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ സപ്പോർട്ട് MLA ആണ്. അപ്പോൾ MLA ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇല്ല, പുഴ കേന്ദ്രീകരിച്ച് എല്ലാ ദിവസവും സെർച്ച് അടക്കാണ്. പുഴ നിങ്ങൾ നോക്കുമ്പോൾ അങ്ങോട്ട് ബോട്ട് പോകുന്നതാണ്. അത് പുഴ കേന്ദ്രീകരിച്ചുള്ള സെർച്ചിങ് ആണത്. ഇവരെ ഗ്രാപ്ലിംഗ് ഡിവൈസ് അല്ലാത്ത ഡിവൈസിങ്ങും. കാരണം നേവിയുടെ 2 കൂടെ കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള ഡീപ്പ് ഡൈവേഴ്സ് നാളെ വരുമെന്ന് പറയുന്നത്. അവർക്ക് അങ്ങനെ അതിൻ്റെ അകത്ത് ഇറങ്ങാൻ പോയി മനസ്സിലാകുന്നത്. കാരണം പുഴയുടെ അടിയിൽ ഹൈ കറണ്ട് ഫ്ലോ ആണ്, ഭയങ്കര കുത്തൊഴുക്കുണ്ട്. ഇല്ല, നേവിയുടെ നിലവിലുള്ള ടീം ഇവിടെ ഇപ്പോൾ സ്റ്റാൻഡ് ബൈ ഇവിടെ നിൽക്കുകയാണ്. അവരാണ് സെർച്ച് നടത്തുന്നത്. ഇല്ല, സ്ക്യൂബ ഇല്ല ഒരിക്കലാണ്. സ്ക്യൂബ അടിയിലെ കറണ്ടെന്ന് പറഞ്ഞാൽ ഹെവി ഹൈ ഫ്ലോയിങ് കറണ്ടാണ്. അത് ഭയങ്കര ഒരു അടിയൊഴുക്കുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ആയിരുന്നില്ല. നമുക്ക് നിരാശപ്പെടുത്തി. കാരണം കുറേ മലയാളി സന്നദ്ധ പ്രവർത്തനം അവരുടെ അഭിപ്രായത്തിലെല്ലാം അത് തന്നെയാണ്.